നമുക്ക് നമ്മുടെ നാട്ടിൽ 2 കല്യാണം നടന്നാൽ മതി, ആ മാസത്തിലെ മുഴുവൻ ശമ്പളം അന്ന് തീരും. കാരണം എന്താ, പെണ്ണുങ്ങൾക്ക് എടുക്കേണ്ട പിന്നെ ഷർട്ടായാലും മറ്റുള്ള പിന്നെ എന്ത് ഡ്രസ്സായാലും അതിന് 3000-ൻ്റെ അപ്പുറത്താണ് വില. അതൊരു 5 എടുക്കുമ്പോഴേക്ക് 15,000 രൂപയായി. പെരയിൽ 2 പെൺകുട്ടികളും ഒരു ഉമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് ആ മാസത്തെ സാലറി പോകും. നേരെ മറിച്ച് എന്തൊരു രസമാണ്, നിങ്ങൾ ഒരേ ഡ്രസ്സ് ഇട്ടിപ്പോ നിങ്ങൾ എത്ര അനുഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ എത്ര സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിപ്പോൾ പല ആൾക്കാരും വൈറ്റ് ഷർട്ട്, ഞാൻ എപ്പോഴും വെള്ളയിലാണ് നിങ്ങൾ കാണുക, വല്ലപ്പോഴൊക്കെ വല്ലതും കാണുള്ളൂ. ഇത് നമ്മളടുത്ത് ഇല്ലായിട്ടൊന്നുമല്ല, എത്രയാണ് ഉള്ളത് എന്ന് ആളുകൾ അറിയരുത്. APJ അബ്ദുൽ കലാം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അദ്ദേഹം 2 Z കാറ്റഗറിയാണ്. ഒന്ന് പ്രസിഡന്റ് എന്ന രീതിയിൽ, മറ്റൊന്ന് അയാൾ ഏറ്റവും ടോപ്പിലായി മിസൈൽ മാൻ എന്ന രീതിയിൽ. ഡബിൾ Z കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആൾ മരിച്ചപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, 4 കോട്ട്, എല്ലാം ഒറ്റ കളറ്, ആഷ് കളറ് മാത്രം. കാരണം APJ അബ്ദുൽ കലാമിന് ഇത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്ന് ആരും അറിയതരുന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന്. അവിടെ നിങ്ങൾ ഒരിടത്തെടുത്ത ഡ്രസ്സ് തന്നെ മറ്റിടത്തിട്ടാൽ ഒരു പ്രശ്നം വരാനൊന്നുമില്ല. പക്ഷേ ഇന്റീരിയൽ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനെ മാറ്റണം. എന്നിട്ട് ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമ്മുടെ ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കണം. ഞാൻ പറഞ്ഞു ഒരേ ഡ്രസ്സ് ഇട്ട് പോകണമെന്നല്ല, ഒരുപാട് ഡ്രസ്സുകളും ആഭരണം മാറ്റി. ഇന്നിപ്പോൾ കണ്ടോ, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത, ജ്വല്ലറിക്കാർ ക്ഷമിക്കണം കേട്ടോ, ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ സ്വർണത്തിൻ്റെ വില കയറിക്കെടുക്കുന്നത്. ഇന്നലെ 1500 കൂടി, ഇന്ന് 1400 ഇനിയും കൂടി. ഡെയിലി ഇങ്ങനെ കൂടിപ്പോവാണ് 1000-ലേറെ രൂപ. ഇത്രയും കൂടിയ സമയത്താണ് എല്ലാ ജ്വല്ലറിക്കാരോടും മാപ്പ്, എനിക്കത് പറയാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വർണം മാറ്റാൻ പോകണം. മാറ്റക്കച്ചവടങ്ങളാണ്. എന്നിട്ട് അതിൽ എത്രയാ നഷ്ടം? അങ്ങോട്ട് 4 പവൻ കൊടുക്കുക, ഇങ്ങോട്ട് 3.25 എടുക്കുക, ബറാബർ. കാരണം ബാക്കിയുള്ളത് കൂലിയായി തേമാനായി പോയി. ഞാൻ ജ്വല്ലറിക്കാർക്ക് എതിരൊന്നുമല്ല, ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ആഭരണങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിക്കോട്ടെ. പക്ഷേ ഫിനാൻഷ്യലി എന്താണെന്നറിയാതെ നിങ്ങൾ നിൽക്കല്ലേ. വേറെ ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവനവന് കിട്ടിയ ശമ്പളങ്ങൾ കൊണ്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് സമ്പത്ത് ഇല്ലാതെയാക്കുന്നു, എന്നിട്ട് കുടുംബത്തെ പട്ടിണിയാക്കുന്നു, അവരെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നു. പണത്തോടുള്ള ആർത്തി മൂത്ത് അവൻ്റെ ശമ്പളങ്ങളിൽ നിന്ന് കൊണ്ടുപോയി ഏതൊക്കെയോ ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് അതിലിടുന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട പണി എന്താ, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതെ നോക്കലാണ്. ആ സമ്പത്തിന്റെ അസറ്റ് അവിടെ ഉണ്ടാകലാണ്, അസറ്റ് അവിടെ ഉണ്ടാകണം. അസറ്റ് ഇല്ലാത്ത ഒന്നിലേക്ക് നമ്മൾ പോകരുത്. ഇങ്ങനൊരു ഫിനാൻഷ്യൽ ബോണ്ടിങ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഇത് ചൊനാരി കുടുംബമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും സാമ്പത്തികപരമായ പ്രയാസങ്ങളിലേക്ക് പോയി അനുഭവിക്കുന്ന ആളുകൾ ഇല്ലാതിരിക്കട്ടെ. അതിന് ഫിനാൻഷ്യൽ പ്ലാൻ നമുക്കുണ്ടാകണം. അതിലെന്താ ഫിനാൻഷ്യൽ പ്ലാൻ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, 1 കോടി രൂപയുണ്ടെങ്കിലേ 25 ലക്ഷം രൂപയുടെ വീട് നമ്മൾ വെക്കാവൂ. നിങ്ങൾ ഏത് ലോകത്തായി നിൽക്കണമെന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കും. അതാണ് എക്കണോമിക്സിന്റെ കണക്ക്. 1 കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയുടെ വീട് വെക്കാവൂ. പക്ഷേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ 1 കോടി റുപ്യ കയ്യിലുണ്ടെങ്കിൽ 3 കോടി റുപ്യൻ്റെ വീട് വെക്കുക എന്നുള്ളതാണ്. ആ അവസ്ഥ മാറ്റണം. നമ്മളൊന്ന് ലളിതമായി ജീവിക്കുക. ലളിതമെന്ന് പറഞ്ഞാൽ നല്ല വണ്ടി ഉപയോഗിച്ചോ അത്യാവശ്യം വീടൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ റോൾസ് റോയ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നതിൻ്റെ പേരിൽ റോൾസ് റോയ്സിനെ എല്ലാ ആളുകൾ എന്താക്കേണ്ടത്, സെൽഫി എടുക്കേണ്ടത്. കാരണം അവർക്കിഷ്ടം റോൾസ് റോയ്സിനെയാണ്. അതിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തിയായിരിക്കണം എടുക്കേണ്ടത്. ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പറയല്ല. കാരണം വ്യക്തിക്ക് റോൾസ് റോയ്സിനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവണം. ആ വ്യക്തിയാണ് ഏറ്റവും ടോപ്പ്. ആ വ്യക്തിയുടെ മെറ്റീരിയൽസ് അല്ല ടോപ്പ്, ആ വ്യക്തിയുടെ വീടല്ല ടോപ്പ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് അവർ നല്ലൊരു സോഷ്യൽ റിഫോമേഴ്സായിട്ട് വളരട്ടെ, സമൂഹത്തിന് ഉതകുന്ന കുട്ടികളായിട്ട് വളരട്ടെ. ഇന്നത്തെ കുട്ടികൾ ഒരിക്കലും നെഗറ്റീവ് ഇല്ലാത്തവരാണ്. നമ്മൾ ഇന്നത്തെ കുട്ടികളെയും കൂടി പറഞ്ഞോട്ടെ. നമുക്ക് വിചാരിക്കും അവർ നെഗറ്റീവാണ്. ഇല്ല, അവർ ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. അവർ ആൾക്കൂട്ടത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ തയ്യാറാണ്. നല്ല മക്കളാണ്. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ ഭാഗം അവരോടൊപ്പമാണ്, ക്യാമ്പസുകളിലായിട്ടാണ്. അതുകൊണ്ട് ആ കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ആ കുട്ടികൾ അറിയാതെ വഴികെട്ടു പോകുന്നുണ്ട്. ആ വഴികേടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നറിയോ? സങ്കടത്തോടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാതെ നമ്മൾ മയക്കുമരുന്നിലേക്ക് പോകുന്നുവെന്ന് നമ്മൾ പോലും അറിയുന്നില്ല. എന്താണ് മയക്കുമരുന്നിൻ്റെ ദുരന്തമെന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ചോനാരി കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു കുട്ടി പോലും അതിലേക്ക് പോകാതിരിക്കട്ടെ എന്നുള്ള വല്ലാത്തൊരു ശ്രദ്ധയോടുകൂടി ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ മക്കളെ, അതിന് 4 സ്റ്റേജസ് ഉണ്ട്. 4 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിന് ടോളറേഷൻ എന്നാണ് പറയുക. സൈക്കോളജിക്കൽ വേർഡാണ് ടോളറേഷൻ. എന്താ ടോളറേഷൻ? ഒന്നുപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രവണതയുടെ പേരാണ് ടോളറേഷൻ. ദയവ് ചെയ്തതിലേക്ക് പോകരുത്. ആരെങ്കിലും നമ്മളെ ക്ഷണിച്ചാൽ അതിനോട് ഡയറ്റ് ടു സേ നോ
പറയാൻ നമുക്ക് പറ്റണം, നോ എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് പറ്റണം. എന്നിട്ടും നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മളെ കൊടുക്കുന്നത് ആരാന്നറിയോ? ചങ്ക് ബ്രോസാണ്. നിങ്ങൾക്കത് പറയുമ്പോൾ അതിശയോക്തി തോന്നരുത്. കാരണം സെലിബ്രേഷൻ്റെ ദിവസത്തിലാണ് ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ ആ ദിവസത്തിൽ കുട്ടികൾ കൊണ്ടുപോയിട്ട് നമുക്ക് ചിലത് തരും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോൾ രാത്രി പരിപാടികളിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പൂരോ മറ്റുള്ള പരിപാടികളോ നടക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ രാത്രി ഇങ്ങനെയുള്ള ചിലത് നടക്കും. ഇത് കുട്ടികളുടെ സെലിബ്രേഷനാണ്, ആഘോഷമാണ്. അല്ലെങ്കിൽ അവിടെ ഒന്നിച്ചുള്ള ടൂറുകളിൽ, ഞാൻ മോശമായിട്ട് പറയല്ല, നല്ല രീതിയിൽ പോയി വരുന്ന ധാരാളം കുട്ടികളുണ്ട്. പക്ഷേ ടൂറുകളിൽ ഊട്ടിയുടെ തെരുവ് കയറുമ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒരു പുകയിൽ നിന്ന് തുടങ്ങും. ആ പുക ഒരുപക്ഷെ സിഗരറ്റാണെന്ന് വിചാരിച്ചിട്ട് ഇവൻ വരിക്കുക. ഇലക്ട്രിക് സിഗരറ്റിൻ്റെ ഉള്ളിൽ പോലും കഞ്ചാവ് കയറ്റാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മുടെ ലോകം ഇന്നുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ഒരു ലെവലിൽ അവൻ കയറ്റും. പിന്നെ ഇതിനു വേണ്ടി അവൻ കാത്തു നിൽക്കും. ഒറ്റ വട്ടം ഇത് ഉപയോഗിച്ചാൽ മതിയേ നമ്മുടെ ലെവല് തെറ്റിപ്പോകും. അങ്ങനെയാണത്. ഞാൻ ഒരുപാട് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടാണ് പറഞ്ഞത്. ഒറ്റ വട്ടം ഉപയോഗിച്ചാൽ മതി, അപ്പോഴേക്ക് നമ്മുടെ ലെവല് തെറ്റിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു ലോകത്തേക്ക് പോകണവര് തോന്നാം. പിന്നെ അതോടുകൂടി കഴിഞ്ഞ് അവൻ അടുത്തത് ഉപയോഗിക്കും. എന്തിനേറെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ വരെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാലമാണ്. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ, 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പോയി പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് മിഠായി കൊടുക്കുക തെരുവിൽ നിന്ന് ആളുകൾ. അത് കഴിച്ചിട്ട് പിന്നെ ആ മിഠായിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തൊരു ലോകമാണിത്! എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മൾ യൂറോപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. യൂറോപ്പിനെ എത്ര വലിയ മഹത്വവൽക്കരിച്ച് പറഞ്ഞാലും നമ്മൾ കണ്ടൊരു യൂറോപ്പുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 56 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ എങ്ങനെ പറഞ്ഞാൽ പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. പരസ്യമായിട്ട് ട്രെയിനിൽ പോലും പോകാൻ കഴിയില്ല. ലണ്ടനിൽ പോയ കുട്ടികളോട് ചോദിച്ചു നോക്കും. ട്രെയിനിൽ പോലും പോയാൽ എക്സ്ട്രീം ലെവലല്ലാത്തതെല്ലാം നടക്കും. അവർക്കത് കണ്ട് ചടപ്പ് കെട്ടതാണ്. ആ ഒരു കൾച്ചറിനെ എന്തിനാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? 18 വയസ്സാകുമ്പോൾ കുട്ടികളെ പുറത്താക്കുന്നൊരു ലണ്ടനുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ നന്മകളും പറഞ്ഞോണ്ട്. അപ്പം നിങ്ങൾ പറയും അത് അവർ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ വേണ്ടി. എന്നിട്ട് കുട്ടികൾ പേപ്പറിൽ എഴുതിയിട്ട് അപേക്ഷ കൊടുക്കുകയാണ് സർക്കാരിന്, ഞങ്ങൾ 19 വയസ്സ് വരെ പെരയിൽ നിർത്തണമെന്ന്. അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, അവർ സെൽഫ് സഫിഷ്യൻ്റ് ആവും, സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിച്ചോളും. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് വശമുണ്ട്, ഉമ്മയും ഇപ്പയും പിന്നെ നോക്കൂല എന്നുള്ളത്. ഈ കുട്ടികളെ പിന്നെ ഉമ്മനും ഇപ്പനും കൊണ്ടുപോയിട്ട് എന്താക്കുന്നത്? അപ്പുറത്ത് കൊണ്ടുപോയിട്ട് തള്ളുന്നത്. വൃദ്ധസദനങ്ങളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ ഈ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡേ കെയർ എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ നിങ്ങൾ നോക്കിക്കോ, ഇനി അതിസമ്പന്നമായി AC റൂമും ആൾക്കാരെല്ലാം കൂടി കമ്പനി ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോം കൊണ്ട് മലപ്പുറം ജില്ല പോലും നിറയുമെന്നാണ് പറയുന്നത്. ഭാവിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പോവാണ്. ഇപ്പം തന്നെ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഉമ്മാരിപ്പാരി നോക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തള്ള, എന്നിട്ട് അവിടെ സുഹൃത്തുക്കളായിട്ട് അങ്ങനെ കഴിയുക. ഈ ഒരു അവസ്ഥയിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ തുടക്കം എന്താ? ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം കഞ്ചാവിൽ നിന്ന് തുടങ്ങി, അതിൻ്റെ അപ്പുറത്തേക്ക് കഞ്ചാവിൽ എലിവേഷം പുരട്ടാൻ തുടങ്ങി. ഇതൊക്കെ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയതാ. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ LSD ആയി, പിന്നെ MDMA ആയി, ചിലപ്പോൾ നേരിട്ട് MDMA ആയി. അതിങ്ങനെ പോയി അവസാനം പെത്തഡിൻ വരെ നീണ്ടു നിൽക്കുന്ന അവൈലബിലിറ്റി നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം ഇത് ഉപയോഗിച്ച് അവസാനം താളം തെറ്റാൻ തുടങ്ങും. അങ്ങനെയാണ് സാലിയൻസ് എന്നതിലേക്ക് കയറുന്നത്. എന്താ സാലിയൻസ് എന്ന് പറഞ്ഞാൽ? ഇത് ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരു കുട്ടിക്ക് വിറയലും തുള്ളലും അവിടെ ഇവിടെയും പോയിട്ട് അടിക്കലും ഒക്കെ വരുന്നതിൻ്റെ പേരാണ് സാലിയൻസ്. സാലിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ സിൻഡ്രത്തിലേക്ക് കയറും. വിഡ്രോവൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് പൊട്ടിത്തെറിയായി മാറും. സ്വന്തം ഉമ്മയെ കൊല്ലാൻ നോക്കും, വാപ്പയെ കൊല്ലാൻ നോക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ, അതാ വിഡ്രോവൽ സിൻഡ്രം. നിങ്ങൾ MDMAക്ക് പകരം എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കണം. MDMAക്ക് ഈക്വലായ ഒരു മെഡിസിൻ ഇവിടെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? അവനവൻ്റെ കയ്യിലുള്ള സാധനം കൊണ്ട് ചിലപ്പോൾ അത് ചാവിയാകാം. ചാവി കൊണ്ടാണ് കുട്ടികൾ കൂടുതലും ഞരമ്പ് കീറുന്നത്. എന്നിട്ട് മെല്ലെ തന്നെ സ്വന്തം രക്തം കുടിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ എക്സാജറേഷൻ അല്ല, ഞാൻ ഒരുപാട് കണ്ടതും കേട്ടതും കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്. ചാവി കൊണ്ട്, കയ്യിലുള്ള ബൈക്കിൻ്റെ ചാവി കൊണ്ട് വരച്ചൊരച്ച് രക്തം വരിപ്പിച്ചിട്ട് അത് കുടിക്കുന്ന കുട്ടികളുടെ കാലമാണ്. എവിടെയെങ്കിലും 1, 2 അല്ല ഇത്. കാരണം സാലിയൻസിൽ നിന്ന് വിഡ്രോവൽ സിൻഡ്രത്തിലേക്ക് കയറിയാൽ തൻ്റെ രക്തത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അംശം ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ട് അതിനെ വലിച്ചൂറ്റി കുടിക്കുന്ന കുട്ടികളുടെ ഒരു കാലമാണ്. നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കൊന്ന് പോകും. ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് വിതുമ്പിക്കറിയുന്ന കുട്ടികളെ ഒന്ന് പോയി കാണും. വാപ്പ എന്ന് പറഞ്ഞാൽ തീർത്തും പുച്ഛമായി തോന്നുന്ന കുട്ടികളെ കാണും. ഉമ്മ എന്നാൽ വളരെ മോശമാണ് എൻ്റെ ഉമ്മ എന്ന് ആവർത്തിച്ചു പറയുന്ന മയക്കുമരുന്നടിക്കാരനെ നിങ്ങൾ കാണും. അങ്ങനെ കുടുംബത്തിൻ്റെ താളം തെറ്റി എല്ലാ അവസ്ഥകളും തെറ്റി നടക്കുന്ന മക്കളെ നിങ്ങൾ കാണും.
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇഷ്ടം പോലെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. മുടിയെല്ലാം പറിച്ചിട്ട് പായുന്ന കുട്ടികളെ നിങ്ങൾ കാണും. ചിലപ്പോൾ ഹാഫ് ചങ്ങലയിലിട്ട് ബന്ധിച്ചിരിക്കുന്ന മക്കളെ നിങ്ങൾ കാണും. ഇഞ്ചക്ഷൻ എന്ന പേരിൽ അടിച്ചു കൊടുത്തിട്ട് ഡോക്ടർമാർ കൃത്രിമ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിൽ സാറ്റിസ്ഫാക്ടറി ലൈനിലേക്ക് കയറുന്ന കുട്ടികളെ നിങ്ങൾ കാണും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ മക്കളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? പല അജണ്ടകളും അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, കോർപ്പറേറ്റ് ഭീമന്മാർ, അവരുടെ ബിസിനസ്സുകൾ നടക്കണമെന്ന അജണ്ട. രണ്ട്, രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, ഏത് രാഷ്ട്രീയമെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് വർഗീയപരമായ പ്രശ്നങ്ങൾ ഇവിടെ നടക്കണമെന്ന അവസ്ഥ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി നമ്മുടെ നാടുകൾ നശിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി തോന്നരുത്. ഏറ്റവും കൂടുതൽ ഇത് ഗുജറാത്തിന്റെ ഓരോ ഭാഗത്തുമാണ് ഉള്ളത് എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ അന്ന് പാർലമെന്റിൽ സംസാരിച്ചു. കെജ്രിവാൾ സംസാരിച്ച സംസാരത്തിന് അവർ മറുപടി കൊടുത്തിട്ടില്ല. ഗുജറാത്തിന്റെ ഭാഗത്ത് ഇതിന്റെ ഫാക്ടറി ഉണ്ടെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അയാൾക്കെതിരെ ഒരു മറുപടി പോലും അവർ കൊടുത്തില്ല. അതേ ആള് തന്നെയാണ് ഇപ്പതാ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് അദാനി തന്നെയാണ് എന്താക്കുന്നത്, ഈ പറയുന്ന അവിടുത്തെ പോർട്ടും നിയന്ത്രിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതലായി ഇവിടെ ഇത്രമാത്രം ഇത് വ്യാപിച്ചത് എന്നതാണ് രാഷ്ട്രീയ പഠനം. ഇതെന്റെ പഠനം മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ പഠനം.